ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം രൂത്തിൻ്റെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകം തിരുവഴുത്തിലെ ഏറ്റവും മനോഹരമായ സാഹിത്യ സൃഷ്ടികളിൽ ഒന്നാണ്. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ ആത്മീയ അന്ധകാരത്തിൻ്റെയും ധാർമ്മിക അരാജകത്വത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തരും താൻ്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയത് ചെയ്തു എന്ന കാലഘട്ടത്തിൽ പ്രത്യാശയുടെ പ്രകാശമായി രൂത്ത് എന്ന പുസ്തകം തിളങ്ങുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം ഒരു ജനതയുടെ ആത്മീയ പരാജയത്തെ ചിത്രീകരിക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ വിശ്വസ്തതയിലൂടെ ദൈവത്തിൻ്റെ അദൃശ്യ പരിപാലനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് രൂത്ത് വെളിപ്പെടുത്തുന്നത്. രൂത്ത് നഷ്ടത്തിൻ്റെയും വിശ്വസ്തതയുടെയും വീണ്ടെടുപ്പിൻ്റെയും ദൈവകൃപയുടെയും കഥയാണ്. ദൈവം നിശബ്ദനാണെന്ന് തോന്നുന്ന സമയങ്ങളിലും അവിടുന്ന് തൻ്റെ സമ്പൂർണ്ണ പദ്ധതിയെ നിശബ്ദമായി നെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ അധ്യായവും ദൈവത്തിൻ്റെ കരുതൽ അസാധാരണ അത്ഭുതങ്ങളിലൂടെയല്ല, മറിച്ച് സാധാരണ ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെയും അനുസരണത്തിലൂടെയും ഉടമ്പടി സ്നേഹത്തിലൂടെയും പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നു. 1-ാം അധ്യായത്തിൽ ക്ഷാമം കാരണം എലീമലേക്കും നവോമിയും അവരുടെ 2 പുത്രന്മാരും ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് പോകുന്നു. അവിടെ എലീമലേക്ക് മരിക്കുന്നു. പിന്നീട് 2 പുത്രന്മാരും മരിക്കുന്നു. നവോമി തൻ്റെ 2 മരുമക്കളായ ഓർപ്പയെയും രൂത്തിനെയും കൂട്ടി വിധവയാകുന്നു. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് അപ്പം നൽകിയെന്ന് കേട്ടപ്പോൾ നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. ഓർപ്പ സ്വന്തം ജനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ രൂത്ത് തിരുവഴുത്തിലെ ഏറ്റവും മഹത്തായ വിശ്വസ്തതയുടെ പ്രഖ്യാപനങ്ങളിലൊന്ന് നടത്തുന്നു. നീ പോകുന്നിടത്ത് ഞാനും പോകും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. സാഹിത്യപരമായി നോക്കുമ്പോൾ ഈ അധ്യായം ക്ഷാമത്തിൽ നിന്ന് പ്രത്യാശയിലേക്കും മരണത്തിൽ നിന്ന് പുതിയ ജീവിതത്തിൻ്റെ സാധ്യതയിലേക്കും നമ്മെ നയിക്കുന്നു. ആത്മീയമായി ദൈവം തന്നോട് കൈപ്പോടെ ഇടപെട്ടുവെന്ന് കരുതി നവോമി തന്നെ മാറ അഥവാ കൈപ്പുള്ളവൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ദൈവം അവളുടെ ഭാവി പുനഃസ്ഥാപിക്കുവാൻ ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തിയായ രൂത്തിനെ ഇതിനകം തന്നെ അവളുടെ അരികിൽ നിർത്തിയിരിക്കുന്നു എന്ന കാര്യം അവൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നാം നമ്മുടെ വേദനയുടെ കണ്ണുകളിലൂടെ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിരിക്കും. 2-ാം അധ്യായത്തിൽ ജീവനോപാധിക്കായി രൂത്ത് വയലിൽ കതിരെ പിറക്കുവാൻ പോകുന്നു. യാദൃച്ഛികമായി അവൾ എലീമലേക്കിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബോവസിൻ്റെ വയലിലെത്തുന്നു. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അത് യാദൃച്ഛികതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് അവിടുത്തെ കരുതലിൻ്റെ ക്രമീകരണമായിരുന്നു. രൂത്തിൻ്റെ വിശ്വസ്തതയും നവോമിയോടുള്ള അവളുടെ സമർപ്പണവും ബോവസ് ശ്രദ്ധിക്കുന്നു. അവൻ അവളെ സംരക്ഷിക്കുകയും സമൃദ്ധമായി നൽകുകയും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആത്മീയമായി ബോവസ് ദൈവത്തിൻ്റെ കൃപാപൂർണമായ കരുതലിൻ്റെ പ്രതിരൂപമാണ്. രൂത്ത് അനുഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടില്ല. അവൾ വിശ്വസ്തയോടെ തൻ്റെ കടമ നിർവഹിച്ചു. ദൈവം അവളുടെ ചുവടുകളെ നയിച്ചു. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ ജോലികളിൽ മറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നവരെയാണ് ദൈവം നയിക്കുന്നത്. 3-ാം അധ്യായത്തിൽ നവോമിയുടെ ഉപദേശപ്രകാരം രൂത്ത് കളത്തിൽ ബോവസിൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ വീണ്ടെടുപ്പുകാരനാകണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. ഇത് ആധുനിക അർത്ഥത്തിലുള്ള ഒരു പ്രണയരംഗമല്ല, മറിച്ച് ഉടമ്പടിയുടെയും നിയമാനുസൃതമായ വീണ്ടെടുപ്പിൻ്റെയും ദൃശ്യമാണ്. രൂത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവത്തെ ബോവസ് പ്രശംസിക്കുകയും തനിക്ക് മുമ്പുള്ള അടുത്ത ബന്ധു അവകാശം ഉപയോഗിക്കാതിരുന്നാൽ താൻ അവളെ വീണ്ടെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ആത്മീയമായി ബോവസ് ക്രിസ്തുവിൻ്റെ മനോഹരമായ പ്രതിരൂപമാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ യോഗ്യനും സന്നദ്ധനും കഴിവും ഉള്ളവനായിരിക്കണം. നമ്മുടെ പാപത്തിൻ്റെ വില സ്വമേധയാ നൽകി നമ്മെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിൽ ഈ സത്യം പൂർണ്ണമായി നിറവേറുന്നു. രൂത്തിൻ്റെ അനുസരണവും ബോവസിൻ്റെ നീതിയും നവോമിയുടെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. 4-ാം അധ്യായത്തിൽ പട്ടണവാതിൽക്കൽ ബോവസ് നിയമാനുസൃതമായി എലീമലേക്കിൻ്റെ സ്വത്ത് വീണ്ടെടുക്കുകയും രൂത്തിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഓബേദ് എന്ന മകൻ ജനിക്കുന്നു. അവൻ ഈശായുടെ പിതാവും ഈശായി ദാവീദ് രാജാവിൻ്റെ പിതാവുമാകുന്നു. ദാവീദിൻ്റെ വംശാവലിയോടെ പുസ്തകം അവസാനിക്കുന്നു. അതിലൂടെ ഒരു മൊവാബ്യ സ്ത്രീയായ രൂത്ത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി തീരുകയും ഒടുവിൽ മശിഹായുടെ വംശാവലിയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ക്ഷാമത്തോടും വൈധവ്യത്തോടും കയ്പോടും ആരംഭിച്ച ഈ കഥ സന്തോഷത്തിലും പുനഃസ്ഥാപനത്തിലും കുടുംബാനുഗ്രഹത്തിലും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിലുമാണ് അവസാനിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അന്തിമ സന്ദേശം വ്യക്തമാണ്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ഇസ്രായേലിന് മാത്രമല്ല, വിശ്വാസത്തോടെ അവിടുത്തെ അടുക്കൽ വരുന്ന എല്ലാ ജാതികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു.
രൂത്ത് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന സത്യങ്ങൾ: ദൈവം നിശബ്ദനാണെന്ന് തോന്നുമ്പോഴും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാധാരണ കാര്യങ്ങളിലെ വിശ്വസ്തതയാണ് അസാധാരണ അനുഗ്രഹങ്ങൾക്കുള്ള ഒരുക്കം. ദൈവകൃപ പുറംജാതിക്കാരെയും തൻ്റെ ഉടമ്പടി ജനമാക്കുന്നു. വീണ്ടെടുപ്പിനൊരു യോഗ്യനും സന്നദ്ധനുമായ വീണ്ടെടുപ്പുകാരൻ ആവശ്യമാണ്. അത് യേശുക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ജീവിതത്തിലെ കയ്പ് ദൈവത്തിൻ്റെ കഥയുടെ അവസാനമല്ല, ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നവോമിയെപ്പോലെ നാമും ചിലപ്പോൾ നഷ്ടങ്ങളുടെയും നിരാശകളെയും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളെയും ദൈവം അകന്നിരിക്കുന്നത് പോലുള്ള അനുഭവങ്ങളെയും അഭിമുഖീകരിക്കുന്നു. എന്നാൽ രൂത്ത് പുസ്തകം ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും നിലയ്ക്കുന്നില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രൂത്തിനെ പോലെ ഭാവി വ്യക്തമല്ലെങ്കിലും വിശ്വസ്തയോടെ നടക്കുവാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കുന്നതിന് മുമ്പ് അനുസരണം വേണം. ബോവസിനെ പോലെ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും നീതിയോടെ ജീവിക്കുകയും ദൈവകൃപയുടെ ഉപകരണങ്ങളാകുകയും വേണം. എല്ലാറ്റിനുമുപരിയായി രൂത്തിൻ്റെ പുസ്തകം നമ്മുടെ സമ്പൂർണ്ണ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വെള്ളിയോ പൊന്നോ കൊണ്ടല്ല, തൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അവിടുന്ന് നമ്മെ വീണ്ടെടുത്തത്, ദൈവകുടുംബത്തിൻ്റെ അംഗങ്ങളാക്കുകയും ചെയ്തു. മനുഷ്യന് യാദൃച്ഛികമായി തോന്നുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ കരുതലാണ്. കാലതാമസമായി തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരുക്കമായിരിക്കും. ശൂന്യതയായി തോന്നുന്നത് ദൈവത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ ആരംഭമായിരിക്കും. രൂത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ വീണ്ടെടുക്കുന്ന കൃപയ്ക്ക് അതീതമായി തകർന്ന ഒരു ജീവിതവും ഇല്ല. വളരെ അകന്നുപോയ ഒരു ഭൂതകാലവുമില്ല. ദൈവത്തിനെ പുനഃസ്ഥാപിക്കാനാകാത്ത ഒരു സാഹചര്യവുമില്ല. നവോമിയുടെ കയ്പിനെ സന്തോഷമാക്കി മാറ്റുകയും രൂത്തിനെ തൻ്റെ ഉടമ്പടി ജനത്തിൽ ഉൾപ്പെടുത്തുകയും ദാവീദിൻ്റെ രാജവംശം ഉയർത്തുകയും ചെയ്ത അതേ ദൈവം ഇന്നും തന്നിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിൻ്റെ മനോഹരമായ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നമുക്ക് വിശ്വസ്തയോടെ നടക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം, നമ്മുടെ വീണ്ടെടുപ്പുകാരനിൽ പൂർണ്ണമായി ആശ്രയിക്കാം. കാരണം ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇന്നത്തെ എൻ്റെ നഷ്ടങ്ങളും നിരാശകളും ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുകയാണോ? അല്ലെങ്കിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം എൻ്റെ നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? രൂത്തിനെ പോലെ ദൈവത്തിൻ്റെ അസാധാരണ പദ്ധതികൾ സാധാരണ വിശ്വസ്തതയിലൂടെ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ച് ഇന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.